ബായ് ചന്ദ്ര ഞാൻ നമ്മളെക്കാട്ടി ഒരുപടി പുറകിലാണല്ലോ. ജിജയ് ബ്രോ ഓക്കെ ജിജയ് ബ്രോ ആണ് അയച്ചാ ഓക്കെ ഓക്കെ സെറ്റ് നമ്മൾ ഇന്നത്തെ ദിവസം കളിച്ചില്ലടാ. അല്ല കണ്ണാപ്പി, നിങ്ങൾ എങ്ങനെയാടാ പെട്ടെന്ന് അവിടെ വരെ എത്തിയത് കണ്ണാപ്പി? നമ്മുടെ ലൈവ് കണ്ട് കളിച്ചത് അല്ലേ? നിങ്ങളുടെ ലൈവ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. നിങ്ങളുടെ ലൈവ് കണ്ടിട്ടില്ല. ഓ സത്യമായിട്ട് ഞങ്ങള് കഴിഞ്ഞ മിഷൻ ഇതുവരെ 2-3 മണിക്കൂർ തീർത്തല്ല, 1 മണിക്കൂർ കൊണ്ട് 1/2 അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ നിങ്ങൾ ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. ഞങ്ങളുടെ ലൈവ് കണ്ടാ തീർത്തേന്ന് അതുകൂടെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കേറി വെല്ലുവിളിക്കല്ലേ, വെല്ലുവിളിക്കല്ലേ കേറി കേട്ടടാ, നമ്മളെ കേറി വെല്ലുവിളിക്കല്ലേ. കണ്ണാപ്പി നമ്മൾ ഗെയിം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ കളിക്കും, അല്ല നിന്നെ പോലെ കോമ്പറ്റീഷൻ മൈൻഡിൽ കളിക്കല്ല. നിങ്ങൾ സ്പീഡിൽ ഓടി തീർത്തോ കേട്ടാ അവിടെ കിടന്ന്. നമ്മൾ പതുക്കെ എൻജോയ് ചെയ്ത് കളിച്ചോളാം. ഒറ്റയ്ക്ക് ചിരിക്കുന്നത് അതിനെന്തിനാ നീ വാ കൊണ്ട് വളി വിടുന്നേ? എന്താ കണ്ണാപ്പി വന്നപ്പോ തന്നെ ബാലെന്തറ പറഞ്ഞേ? 22K ബാക്കി വേണോന്നാണോ? സംസാരിക്കാറില്ല. അല്ലല്ല ഇവിടെ വേറെ അല്ലേലും ഒരു തീട്ടത്തിനോട് സംസാരിക്കാൻ എനിക്ക് വയ്യ. നടത്ത് സന്തോഷിക്കാതിരിക്കണമെങ്കിൽ നീയും മിണ്ടായിരിക്കണം കേട്ടോ കണ്ണാപ്പി. ചുമ്മാ ഇട്ട് ചൊറിയണ കൊറേ നേരം. ഞങ്ങൾ അവിടെ എത്തി, ഞങ്ങൾ ഇവിടെ എത്തി, ഞങ്ങൾ രക്ഷപ്പെട്ട്, ഞങ്ങളെ കളി തീർന്നു. നമ്മള് കാര്യം പറയട്ടെ ആവശ്യമായിട്ട്. ഇല്ല കാര്യം പറയണ്ട, നീ കാര്യം പറയണ്ട. അവനെ കേട് എന്താണ് എടാ ഒരു കൊച്ചു പടം വരച്ചറാ. ആരുടെ അപ്പത്തന്നെ വരച്ചെന്നാ? അപ്പത്തന്നെ വരച്ചല്ല, ഒമ്മകളൊക്കെ ആളിയ നൈസായി. ഇപ്പൊ പെട്ടെന്നൊരു ജഡ വന്നാലാ മനസ്സിലായില്ല. ആണോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ 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 പട്ടി അടിച്ചവനെ? ആ കൗണ്ടർ ഒന്നും പറ, എന്നാ ആ കൗണ്ടർ ഒന്നും പറ. നീ പറ, ബാബു പറ. പിന്നെ ഇവൻ പറയുമ്പോ മറ്റേ മോന് ഗത കൊണ്ടുവരണോ, ഞാൻ കൗണ്ടറും കൊണ്ടുവരാം. പോടാ എടാ നിന്നെയാണ് പറഞ്ഞ മണ്ട, അതെങ്കിലും മനസ്സിലാക്കുന്ന വിവരം നിനക്കുണ്ടോ? ബാബു നീ പാരേ പറഞ്ഞ? ബാബു അല്ല വെയിറ്റ്, ബാബു നീ പാരേ പറഞ്ഞേ? ബാബു നീ പാരേ പറഞ്ഞ? ബാബു പറഞ്ഞവന് മനസ്സിലായി. ഞാൻ ചൂണ്ടി കാണിക്കൂല. പറഞ്ഞവന് മനസ്സിലായി കാണാം. കണ്ണാപ്പി നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ. കണ്ണാപ്പി നിന്റെ തൊലിക്കട്ടി അപാരോടെ കണ്ണാപ്പി. ഒരാള് അടിച്ചോട്ട് വീണ്ടും അടിക്കുന്നത് അപാര തൊലിക്കട്ടിയാണേ, അപാര തൊലിക്കട്ടി. അത് കൊള്ളാതെ പരാതി ഗോകുലിനെ വിളി ആരേലും. ബാബു സൈഡ് ലൈവ് വരുമോന്ന് ചോദിക്കുന്നു ചാറ്റില്. ഞാൻ ഇല്ലടാ, ഞാൻ ഇന്നില്ലടാ, ഞാൻ എത്തിയുള്ളൂടാ. ഇന്ന് കളിക്കുന്നില്ലേ? ഇപ്പൊ കളിക്കാണ്ട്. ഇന്നലെ നീ പോയതിനു ശേഷം ഞാൻ പിന്നെ പേടിച്ച് മെഴുകണത് കാണിച്ചു തരാം നിനക്കൊക്കെ. ഇന്നലെ ഞാൻ മരിച്ചു പോയടാ. എനിക്ക് സത്യമായിട്ട് പ്രേതത്തിനെ മനസ്സിലായി പോലും ഇല്ല. ഇന്നലെ വെറുപ്പിരുന്നാ. ഇന്ന് നീ വന്നത് നല്ല അവസ്ഥ അല്ലായിരുന്നു. തുടക്കക്കാരന് പറ്റിയ ദിവസം ആദ്യത്തെ ദിവസത്തെ കളിയായിരുന്നു സെറ്റ്. പക്ഷേ നെറ്റ് കട്ടായി വീസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് തിരിച്ച് നെറ്റ് വന്നത്. ഞാൻ വേറെ നെറ്റ് എടുത്ത് ഇന്ന്. ബാബു നീ പി സി എവിടെ എടുക്കുന്നേ? എനിക്ക് മെസ്സേജ് അയച്ചേ. ഇതാണ് എടുക്കുന്നത്. പഴയ പി സി കൊടുക്കടാ. പഴയ പി സി ഒക്കെ കൊടുത്താ? അപ്പൊ ഇപ്പൊ എന്താ കളിക്കണേ? നീ നോക്ക്, ഇത് നോക്ക്. ഇല്ല അവൻ എനിക്ക് മെസ്സേജ് ക്യാമറ ഏതിനകത്താ നമുക്കൂടെ അയച്ചായിരുന്നല്ലോ. ഇല്ലടാ, അതാ അയച്ചതാ ബാലൻ. നമ്മ കുളിച്ചിട്ട് കുറുതൊട്ടൊക്കെ വരത്തില്ല കേട്ടാ. ഞാൻ വാട്സപ്പിൽ ഇട്ടോ ചന്ദ്ര. ഇത്
ഇത് മറ്റേ പഴയതല്ലേ? ഇതേതാ? ഇതെന്തൊരു ഏ? സാധനം? ഇത് പഴയതല്ലേ? ഇതേതാ? ഇത് പഴയതല്ല, ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പി സി എനിക്ക് ഗീക്ക് ബോസിൽ തന്നതാ. അപ്പൊ കിക്ക് ബിൽഡ് ചെയ്യണം. പിന്നെ ലൈവ് മനസ്സിലായേ? പി സി ഇല്ലാതിരിക്കുമ്പോഴേടാ, ലൈവ് ഇടാതിരിക്കാൻ പി സി ഇല്ലെന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോ ഒരു പി സി അവരല്ലേ തന്നത്. ഇനിയിപ്പോ ഒരു പി സി എടുക്കുമ്പോ അവരെ നല്ല എടുക്കാനുള്ളത്. ഞാൻ നമുക്കൊരു കാണിക്കുമ്പോ ഒരു മിനിമം നന്ദി നമ്മൾ തിരിച്ചു കാണിക്കണ്ടടാ. ഇല്ല അത് ഗിഗ് ബോസിന് അതുണ്ട്. ഗീക്ക് ബോസ് എന്തെന്ന് അറിയാവോ? ഗീക്ക് ബോസ് എനിക്ക് എന്റെ ഇരുന്ന പി സി ഞാൻ ഇതുപോലെ ലൈവ് ഇടാൻ പറ്റുന്നില്ല. നമ്മുടെ റോഷൻ ബ്രോ ഇല്ലേ, റോഷൻ ബ്രോ അടുത്ത് പറഞ്ഞ റോഷൻ ബ്രോ ഇതുപോലെ ഇല്ല, ഞാൻ ലൈവ് ഇല്ല, ഇതുപോലെയാണ് സീൻ എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞ നിന്റെ പി സി കൊണ്ടുപോയി ശരിയായി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പി സി കൊണ്ടുകൊടുത്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ ക്യാബിനറ്റ് ഉൾപ്പെടെ എല്ലാം മാറ്റി, പുതിയ പ്രൊസസ്സർ, പുതിയ റാം, പുതിയ കൂളർ, കൂളിങ്, പിന്നെ എന്റെ ഗ്രാഫിക്സ് കാർഡ് മാത്രം പഴയത് എല്ലാം കൂടെ വെച്ച് ഒരു പുതിയ സാധനം എടുത്താൻ തൊട്ട്. എന്നിട്ട് പറഞ്ഞ് 1.5 മാസം സമയമുണ്ട്, വേറെ പുതിയ പി സി എടുത്തോ, അപ്പോഴത്തേക്ക് തിരിച്ചു തരാൻ പറഞ്ഞ്. അങ്ങനെ പറഞ്ഞില്ലേ, എത്ര സമയം ഇരിക്കുക. ബാബുവിന് അതാണ് ആ 2 മാസം ആ 2 മാസം ആ 2 മാസം ബാബു നടക്കാൻ വയ്യാത്ത അതുകൊണ്ട് പറഞ്ഞേട്ടാ. ചന്ദ്ര ഇപ്പോഴാണ് സംസാരം കേക്കുന്നില്ല ഏട്ടാ. എന്താ കേട്ടില്ല ഇല്ല ഞാൻ ജസ്റ്റ് ഡെഫർ അയച്ചായിരുന്നു പെട്ടെന്ന്. ഒരു സെക്കൻഡ് അറിയാ ബാബു അളി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. കണ്ണാപ്പിയാണ് നമ്മുടെ എനിമി, നമ്മുടെ കോമൺ എനിമി കണ്ണാപ്പിയാണ്. അറിയാ നീ എന്തുണ്ടാ കണ്ണാപ്പി കുറച്ചത്? ഇല്ല കണ്ണാപ്പി നീ എന്തിനാ കുറച്ചത് ചിരിച്ചത്? നിങ്ങളാണ് ചിരിച്ച കുറച്ച് നേരത്തെ. ബാബു എന്ന് പറഞ്ഞ പറ്റൂല, ഇവിടെ ചിരിക്കാൻ പറ്റൂല. കണ്ണാപ്പി നീ അങ്ങ് ഡോണാവല്ലേ, കണ്ണാപ്പി നീ അങ്ങ് ഡോണാവല്ലേ, ചുമ്മാ കേട്ടാ നീ അങ്ങ് ഡോണാവല്ലേ, കേട്ടാ കണ്ണാപ്പി അങ്ങ് ഡോണാവല്ലേ. ഒരുപാട് കൂടുതൽ ചന്ദ്ര ഈ ഓസി കാര്യങ്ങളൊന്നും പറയല്ലേ. കണ്ണാപ്പി എന്റെ മനസ്സ് വളർത്തുന്നത്. എടാ കണ്ണാപ്പി, നീ കാറില് ഏത് പെട്രോൾ, നോർമൽ പെട്രോൾ അടിക്കണേ XP95 അടിക്കണേ? അല്ല ഞാൻ മണ്ണെണ്ണ. നോർമൽ ആണോ XP95 ആണോ? XP95 അടിക്കുകയാണെങ്കിൽ വില കൂടുതലാണ്, പക്ഷെ നല്ല പെട്രോളാണ്. XP95 എത്ര കൂടുതലാ? വണ്ടി എടുത്താ? ആ ഞാൻ കാർ എടുത്ത്. ഏതാ? നീ ഇതെടുത്തല്ലേ? അത് ചന്ദ്ര ഒരു വണ്ടി എടുക്കണ്ടേ? XUV വണ്ടി ഓടിക്കുകയാണല്ലോ. അല്ല അങ്ങനെയല്ല, XUV 500 നല്ല ഉദ്ദേശിച്ചത്. ഒരു ഇനി ചന്ദ്ര എടുക്കണമെങ്കിൽ ചന്ദ്രന്റെ ഇപ്പോഴത്തെ മസിലിന് മാച്ചിങ് ഒരു XUV ആയിരിക്കും. എന്റെ ചന്ദ്രൻ ഫോർച്യൂണർ എടുക്കണം. ഫോർച്യൂണർ ചന്ദ്ര ലേറ്റസ്റ്റ് ഇത് കിടിലോടാ. ഇന്നലെ ലോഞ്ച് ചെയ്ത്. ഏതാ? ഇന്നലെ ടൊയോട്ട ഇത് ലോഞ്ച് ചെയ്തടാ, ഹൈലക്സ്. ഹൈലക്സ്, പുതിയ ഹൈലക്സ് വന്നിട്ടുണ്ട്. ഹൈലക്സ് എടുത്തു ചന്ദ്ര, കണ്ണു മൂട്ടി എടുത്തോ ആളിയാ. ഹൈലക്സ് പുതിയത് എടുത്താലും പഴയത് എടുത്താലും സൂപ്പറാണ്. അല്ല നീ ആദ്യം എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താ? ഞാൻ കാര്യം പറയട്ടെ, 35 ലക്ഷം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നിന്നെ നാട്ടിൽ കൊണ്ട് നിന്നെ ഓട്ടിക്കോ? ഞാൻ കാര്യം പറയട്ടെ ബാബു. ഹലോ ബാബു, അളിയ ബാബു നീ എന്ത് കണക്കിലാണ് ഈ 10-40 ലക്ഷം രൂപയുടെ വണ്ടി കാര്യം എന്റെ അടുത്ത് പറയണേ? ഇവിടെ 40 ബാക്കി ഇവിടെ ആ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ആ പൈസ അത്ര പൈസ ഉണ്ടെങ്കിൽ ഞാൻ വീട് വെക്കും. കണ്ണാപ്പി ഇപ്പൊ അതിവിടെ പറഞ്ഞ കാര്യം എന്താണ്? അതിപ്പടെ പറഞ്ഞ കാര്യം കണ്ണാപ്പി അല്ല ഇറ്റാ കണ്ണാപ്പി ഇപ്പൊ അത് പറഞ്ഞ കാര്യം എന്താണ്? നീ ബാബു അളിയ കണ്ട ഇവൻ മനഃപൂർവ്വം
അല്ലല്ല ബാബു ഗെയിം കളിച്ചാണ് എടുത്തത് തീർച്ചയായിട്ടും. നീ ഒരുമാതിരി കണ്ണാപ്പി നീ കണ്ണാപ്പിയാടാ നിന്റെ EMI നിന്റെ അച്ഛനാണ് അടച്ചത് അല്ലേ? അല്ലേ ആണോ അല്ലയോ അച്ഛനല്ലേ അടച്ചതിന്റെ മാറി ആ പരാതി പോലെ പോകും കളിക്കല്ലേ തീർക്കാനേ അതെ കൊറേ ഉണ്ട് കേട്ടോ. അല്ല അത് തീർത്ത് മറ്റേ ആ ലെവല് തീർത്തത് ക്ലൗണ്ട്. ആ ലെവലിൽ എടുത്തെന്ന് പറ. ടുബറും കളിച്ചാണ്. നമ്മളെ കാട്ടി ഒരു പണി പുറകിലാണ് നിങ്ങള്. നിങ്ങളെ പോലെ 4 മണിക്കൂർ 52K ആയി കേട്ടോ. 52K ആയി. 52,000 ആയി. മറ്റേ ചാരിറ്റി സ്ട്രീമിലെ 1,00,000 ഇതില് 52,000 ആയി. ബാക്കി എടുത്തിട്ട് ആ കിറ്റ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഞാൻ വമ്പ സെറ്റപ്പ് ആട്ടോ. അതിന്റെ സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടോ, വമ്പം വിഷയം. എനിക്ക് ഞാൻ ചന്ദ്രു അളി ഇതൊന്നും നോക്കല്ലേ ഇടളിയാ ലിമിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങള് KMC വാസ്കോന്റെ ലൈവിൽ പോയാ അവിടെ സ്കാനർ കിട്ടും. സ്കാനറിൽ ചെയ്യാം. ഓക്കെ വെയിറ്റ്, ഞാൻ സ്കാനർ വേണമെങ്കിൽ എന്റെ ലൈവിൽ ഇടാം. ഇടാൻ പറ്റും. ഞാൻ ഈ VCയുടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് സ്കാനർ. എടാ രായം ഫുള്ള് മറ്റേ അതിന്റെ പുറകെ തന്നെ അല്ലേ? ടിക്കി കാണിക്കാൻ പറ്റില്ലല്ലോ QR. ചോദിച്ചത് QR ഇടില്ലെന്ന് ചുമ്മാ പറയാ. എന്നാ പിന്നെ ബാബുസേട്ടന്റെ ലൈവ് ചാനലുണ്ടല്ലോടാ, ചുമ്മാ ഇരിക്കില്ല നീ. എനിക്ക് ലൈവ് ഇടാനുള്ള പാടാണ് ഇപ്പൊ. ലൈവ് ഇടാൻ പാടല്ലടാ, എനിക്ക് നല്ല ഉറക്കം വന്നിരിക്കുക. ഞാൻ കുറച്ചേരെ കാണുള്ളൂ, കളിച്ചിട്ട് പോവാന്ന്. അടേ ഈർബ്രോ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കുവാണോ? അവൻ മറ്റന്നാൾ വരും. അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പിൻ ചെയ്ത് വെക്കേ. അപ്പൊ നമ്മൾ ഈ പരിപാടിയൊക്കെ നമ്മളെ കളി ഹലോ 86324 കോഡ് പെട്ടെന്ന് ലൈവ് ഇട്ട് കാണിച്ചു കൊടുത്താ. അതാണ് ഞാൻ കാണിച്ചളിയ 86324. എന്താ ഇന്നലെ ഇൻവൈറ്റ് ചെയ്യണ്ട ബാല റിവ്യൂന്ന് പറയോ? എടാ ജിം സാർ ഇസ് ദ ബെസ്റ്റ്. ജിമ്മില് ഏറ്റവും വലിയ ഭാഗ്യം എന്താ 10:30 ഉറക്കം. എന്നിട്ട് രാവിലെ 7 മണിക്ക് ഞാൻ 6 മണിക്ക് എണീക്കുന്നുണ്ട്. 7 മണിക്ക് അതിനവരെ 12 അല്ലെങ്കിൽ 2 മണി കറക്റ്റ് ആയിട്ട് 2 മണിക്കാണ് ഉറങ്ങിയ പ്രശ്നം തീർന്നില്ലേ? 3, 4, 5, 6, 7, 8, 9, 10. അയ്യോ 9 മണിക്ക് എണീക്കാം. ഇന്ന് 9 മണിക്ക് ബാക്ക് റൂം കഴിഞ്ഞിട്ട് ഫിഫ കളിക്കണടാ കുറച്ചേരെങ്കിലും. എന്റെ സൗണ്ട് കുറവാണോ? എടാ ഞാനേ കേട്ടില്ല. ഇറങ്ങട്ടെ എന്നാലല്ലേ അത് കളിക്കാൻ പറ്റുള്ളൂ. ഗോകു നിന്നിൽ PS ഉണ്ടോ? PS ഉണ്ടോ? PS ഇല്ല. മറ്റേ എമൗണ്ട് അവർ വാസ്കോടെ ഇത് ഫുള്ളായി. അപ്പൊ നമ്മുടെ ആരെങ്കിലും UPI വെച്ചൊന്ന് കളക്ട് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. നമ്മുടെ ആരുടെയിലും ഇല്ല. നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് അല്ലാണ്ട് മറ്റേ സെക്കൻഡറി അക്കൗണ്ട് ആണല്ലോ.
പേഴ്സണൽ അക്കൗണ്ട് ബ്ലോക്ക് ആവും. പേഴ്സണൽ അക്കൗണ്ട് എടുത്താൽ കൺഫേം ആയിട്ട് ബ്ലോക്ക് ആവും. ഇത്രയും ട്രാൻസാക്ഷൻ വരുമ്പോൾ ആരുടെയും വേറെ ആരുടെങ്കിലും അവന്മാരുടെ തന്നെ ആരുടെയും പൂച്ചക്കുട്ടി സ്കൈഡാക്സ് ലൈവ് ആണെന്നുണ്ടോ അവന്മാരെല്ലാം ഉണ്ടെങ്കിൽ വരാൻ പറ. അവന്മാർക്കൊന്നും പിന്നെ പ്രത്യേകിച്ച് ചെലവുകളില്ല. പൂച്ചക്കുട്ടി സ്കൈഡാക്സ് നിക്കോൺ ആരെങ്കിലും ഗോകു ലൈവ് ഇടാൻ പറയാനാ. ഞാൻ കുറച്ച് ലൈവ് എടുത്തു. അപ്പൊ ഗോകു നീ കുറച്ച് ലൈവ് ആടാ. അത് ഇല്ലാത്തെന്ത്? എടാ നിനക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ? നിനക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ നിനക്ക്? ലൈവ് ഇട്ട് മറ്റേ DJ ഡാൻസ് ഒക്കെ അതിന്റെ റീൽസ് ഒക്കെ വന്നു. ഓ കണ്ട് ബാബു സെറ്റ് ഓടല്ല റിക്വസ്റ്റ് അയക്കടാ. 86324 ബാബു ഞാൻ റിക്വസ്റ്റ് അയക്കാം. റിക്വസ്റ്റ് ഒന്നുണ്ടോ? ഇന്നലെ ശരിക്കും താങ്ക്സ് പറയാൻ പറ്റിയില്ല ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു സോ മച്ച്. ഇൻ ഗെയിം പുഷ് ടോക്ക് ഓഫ് ആക്കിയേ. ഹലോ താങ്ക് യു സോ മച്ച് ബ്രദർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് റാ. ശരി അയ്യോ ഗോകു സ്റ്റാർട്ട് ഞാൻ പറയുന്നേക്കുന്നുണ്ടോ? ഉപ്പോ അപരാധികളുടെ സൗണ്ട് എവിടെ കേൾക്കാം. സെറ്റ് ഈ ബോർഡ് എന്താണ് ഓക്കെ കിട്ടിയില്ലേ? എല്ലാരും വന്നു. എല്ലാരും വന്നു. ഹാവ് ഫൺ. ഫൺ ആൻഡ് ഏൺ 1500 ടിക്കറ്റ്. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഞാൻ മരിച്ച് ബ്ലാക്ക് ഔട്ട് അളിയാ. അളിയാ അവരാജ് മക്കൾ ഇവിടെ ഗോകു കുറച്ച് കോയിൻ തരട്ടെ. 1 2 3 4 5 6 കോയിൻ. ആവേശത്തിന് പൈസ ഇട്ടാതെ മരിച്ചിട്ടാ. നീയേ ഞാൻ കാര്യപ്പെട്ടാ നീ കുറച്ച് നടുക്കോട്ട് പോയിക്കണം. ഞാൻ ഇവിടെ ഹോൺ അടിക്കാം. നീ എവിടെ നോക്ക്. എവിടെന്നാ വരുന്ന നോക്ക്. അവിടെയാ എവിടെ എവിടെ ഇങ്ങോട്ട് ഇവിടെയാ ഓണിട്ട്. ഇവിടെ ഓണിട്ട്. ഇവിടെയാണോ? ആ ഇതാണോന്ന് അറിയില്ല. ഇത് ഡോർ തുറന്നിറക്കുന്നതാണല്ലോ. ഇത് ഞാൻ തുറന്നതാ. അയ്യോ വെറുതെ പൈസ പോയി. ഗോകു വായിക്കവാ. ഞാൻ ഇവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ വാ. സത്യം മണ്ടന്മാര് ഇതൊക്കെ നമ്മുടെ കയ്യിലിട്ടേ അടിച്ചു കൊടുക്കൂലേ. ഇതുമ്പോ ട്രെയിനിൽ പോണാ വന്ദേ ഭാരത് പിടിക്കാതിരിക്കണാ. ഇവിടെ എന്തെങ്കിലും കളക്ട് ചെയ്യണ്ടോ? ഇതിനകത്തിന് വല്ല സാമാനം വന്ന് പിടിക്കോടാ. അവരെന്തെങ്കിലും മരിച്ചാ പിടിക്കില്ല. അടുത്ത മാത്രം അടിച്ചു കിട്ടി. ഹലോ ഹലോ ഇറ്റാച്ചി അവിടെ പോയി.
കത്തിപ്പോയി. കത്തിപ്പോയോ? അവന്റെ ഇതിലാണ് കോയിൻ മൊത്തം. എവിടെയാണോ coin? ചാടി വാ ചാടി വാ. എടാ ഇത് പഴയ സ്ഥലത്തല്ലേ എത്തിയത്? അല്ലല്ലേ ഇത് വേറെ സ്ഥലം, വേറെ സ്ഥലം. ഇത് വേറെ സ്ഥലം. എടാ ഇത് ലൂപ്പാടാ നമ്മള്. ഇത് വേറെ സ്ഥലം, വേറെ സ്ഥലം. ഒന്ന് കാല് തെറ്റിയാലേ അവിടെ കിടക്കാം. ചാടി ചാടി ആ വീട് തെറ്റി. അളിയാ ഊമ്പി. ഡോർ നിൽക്കാറ്. വെറ്റി 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 പോയിന്റ് എടുക്കട്ടെ. ഇത് പഴയ സ്ഥലമല്ലേ? അയ്യോ എന്തിനാ മടി? ബാലം വെച്ച് കേട്ടാ. അല്ലല്ല ഇരുട്ടിച്ചില്ല ഇരുട്ടിച്ചില്ല. ഇപ്പൊ കണ്ടത്. എടാ എടാ ഇവിടുന്ന് കോയിൻ എടുക്ക്, ഈ കോയിൻ എടുക്ക്, കോയിൻ എടുക്കുന്നു. എവിടെ എടുത്തെടുത്ത് ആവശ്യത്തിന് പോയി എടുത്തു. ഒരെണ്ണം മിച്ചമുണ്ട്, നീ എടുത്തോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വെയിറ്റ്. ഇതില് നിങ്ങൾ കോയിൻ ഇപ്പൊ സ്പെൻഡ് ചെയ്യല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ വെച്ചോ. ഈ സ്വിച്ച് കണ്ടോ, ഈ സ്വിച്ചിന്റെ അവിടെ 2 കോയിൻ കൊടുത്താൽ എക്സിറ്റിലേക്കുള്ള സൗണ്ട് കേൾക്കും. ഓക്കെ, അത് ഞാൻ ഇപ്പൊ ഞെക്കും, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ സൗണ്ട് എവിടെയാണ് കേട്ടോ. ഇരുട്ട് മാറട്ടാ. കണ്ടോ ഇരുട്ടൊക്കെ മാറി വാ, ഇരുട്ടൊക്കെ മാറി വാ. സൗണ്ട് കേട്ടു വാ. അവരെ പേരില്ലേ അമ്മമാർക്കൊന്നും? ഇത് തന്നെ അമ്മമാർ ഇരുട്ടമ്പഴേ ഉപദ്രവിക്കത്തുള്ളൂ. കേറി നോക്കട്ടാ. കോയിൻ ഉണ്ടോടാ വേറെ? ഇവിടെ 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 ഉണ്ട്. യൂസ് അത് വേറെ. ഇപ്പൊ മാറി മാറി അകത്ത് കയറിക്കോ. ഇപ്പൊ ഇതാവും ഇതാവും ഓഫ് ആവും, ഓഫ് ആവും. ഞാൻ ചത്തവരെ അറിഞ്ഞില്ലേ? അതെങ്ങനെ അറിയാൻ പറ്റി? ഈ പാട്ട് ഇപ്പൊ നിൽക്കൂ, ഈ പാട്ട് നിന്നാൽ ലൈറ്റ് ഓഫ് ആയെന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് പാട്ട് ഇപ്പൊ നിക്കണ്ടാണല്ലോ. ഇപ്പൊ നിൽക്കും. നിനക്ക് അറിയാമോടാ ശരിക്കും? ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര കോയിൻ ഉണ്ട് കയ്യിൽ ഇപ്പൊ? എന്റെ 4 കോയിൻ, 5, 6, 7, 8 കോയിൻ ഉണ്ട്. ആണോ? ഓക്കെ, എന്നാ ബാബുസേട്ട് കോയിൻ കളയല്ലേ, കോയിൻ കളയല്ലേ. ഞാൻ തറയിടാം. ഒരു 2 എണ്ണം തരും. ലൈറ്റ് പോയി ആ സാധനം വരും. നമ്മൾ ഇതിന്റെ അല്ലെ നമ്മുടെ കൂടെ ഉള്ള ബാക്കി 3 പേര് എവിടെ പോയി? ആര് ചത്തു? കേട്ടോ ആ ചത്തു, ഞാൻ ചത്തടാ. പാട്ട് 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 അളിയാ എടാ, ഏതേലും ഒരു ഡോർ കയറിയിട്ട് ലൊക്കേറ്റ് ചെയ്യണം. ആ വാ 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 വെയിറ്റ്, ശ്രദ്ധിച്ചു കേട്ടോ. എടാ നിങ്ങള് ചത്താ? പോയിന്റുള്ളതായിരിക്കാം ബാബുസേട്ട്. ഒന്ന് അടിച്ചു. നിങ്ങളെങ്ങനെ ചത്ത്? ഇതാണോ? ആ കണ്ട് 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 വെയിറ്റ് വെയിറ്റ് ഇത് എടാ നിങ്ങളെങ്ങനെ ചത്തേ? ഹായ് ബ്രോ. അല്ല എനിക്കൊരു കൂട്ടായിടേ, ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഇല്ലല്ലേ ഇത് എമ്മര് ഇതെങ്ങനെ എത്തൂടാ? എമ്മര് ഏതൊക്കെ വഴി കറങ്ങി വരുന്നുണ്ടല്ലിയാ. ലൈറ്റ് കൂടെ കേറടാ കഴിവേറി. ഞാൻ സാധനം കണ്ടു. എനിക്കിത് മനസ്സിലാവില്ലല്ലോ, ഇതെന്താ സംഭവം? എന്താ അടുത്ത പാട്ട് വരുന്നവരെ നമുക്ക് 1500? ആ അത് കഴപ്പിനാണ്. ഇത് നോക്ക്, ഇത് നോക്ക്. 1500 ടിക്കറ്റ് ഉണ്ടോ? ഞാൻ നോക്കുന്നിടത്ത് മുകളിലൊരു അല്ലെ എനിക്ക് ആൽമണ്ട് വാട്ടർ വേണം. ആ ആരോയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആൽമണ്ട് വാട്ടർ ഇല്ല, പിസ്സ സ്ലൈസ് ഉണ്ട്, ഡ്രോപ്പ് ചെയ്തെടുക്കും. ഇവരെ ആദ്യം ചത്തല്ലേ? ഞാൻ ഫസ്റ്റ് എത്ര കാല് വെച്ചും ചത്ത്. പാട്ട് പാട്ട് കൂടെ വരണ്ട്, നമ്മൾ പാട്ട് വീണ്ടും പ്ലേ ആവും. ഈ ചന്ദ്രൻ ടീമൊക്കെ ഇവിടെ നമ്മൾ 3 പേരേ ഉള്ളൂ ടീം. നമുക്കല്ലേ ഉള്ളു കുറച്ചെങ്കിലും ബുദ്ധി വന്നിട്ട്. പാട്ട് നിന്ന് ഇരുന്ന് കണ്ടോണ്ടിരിക്കായിരിക്കും നമ്മുടെ കളിയും. ഡോർ തുറക്കല്ലേ, ഡോർ തുറക്കല്ലേ ബുദ്ധിപൂർവ്വം. ഇല്ല, ഡോർ തുറന്നാലും അവന്മാര് വരത്തില്ലെന്ന് തോന്നുന്നു, അടുത്തേക്ക് വരില്ല. പേടിച്ച് മാറിക്കുന്നുണ്ട്. Don't close the door എന്നൊക്കെ പറയുന്നത്. ആദ്യത്തെ ടിക്കറ്റ് വേണം. എമറിക്ക് ഒന്നും ഈ ഡോർ വാ. Yes. ഞാൻ പോയി. ചാട്. ഇവിടെ വാ വാ വാ. ഓടല്ലടാ തൗഫി നിക്ക് കളിച്ചോണ്ടിരിക്കുന്നു. പടിയാ പേടിപ്പിക്കല്ലേ, ഒന്നാമത് ഇതിനകത്ത് ഇഷ്ടം പോലെ പറയാം. സത്യം അവരാണ്. നീ താഴോട്ടല്ല. പ്രശ്നം എന്താ അവന്റെ? സൗണ്ട് അണ്ണത്തെ എഫക്റ്റീവ് ഗൈസ്. നിക്കോന്റെ മെസ്സേജ്. എടാ നിക്കോണെ അവര് വേറെ ബാങ്ക് അക്കൗണ്ട് സെറ്റ് ആയി കാണോടാ. നിക്കോണെ അവര് സെറ്റ് ആയിട്ടുണ്ടാവും.
എത്തുവാടാ ഇപ്പഴെങ്ങാനും. എത്തണം. എന്താ ഓ, കേട്ടോ. വരാ നിക്കി. വഴിയും തെറ്റില്ല, കറക്റ്റാ. അതിലെ ഹൈഡാ. അതെല്ലായിടത്തും കാണിക്കുന്നുണ്ടല്ലോ. ലൂപ്പല്ലേ നമ്മൾ ലൂപ്പിൽ ഓടുവാടാ. അല്ല എവിടെങ്കിലും എത്തും ഇപ്പൊ ബാബുസേട്ടാ. നോണ്ട് നോക്കൂ. പേടിക്കണ്ട. ഒരു സ്ഥലത്തോടാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏയ് അല്ല. അതേപോലെ തോന്നിപ്പിക്കുന്നതാണ്. എടാ വെള്ളോട്ടാ പോണ്ടപ്പ, മനസ്സിലായി? വെള്ളോട്ടാ പോണ്ട. താഴോട്ട് വേണ്ട. പോയത്. ആ, ഇനി വാ. എത്തി. സ്ഥലത്ത്. എത്ര നേരം നമ്മള് സ്പോണാ പോലെ ഇത്. ആ, ഇതെത്തി. അളി നേരത്തെ നീ എവിടെ ചാടി മലത്തിട്ടാച്ചി, അതാണ് കുറ്റിപ്പോയത്. ആ അതെ ദേ ഈ സ്ഥാനത്തിൽ ചാടല്ലേ കസേര കിടക്കുന്നുണ്ട് ഈ ചുവന്ന സ്ക്വയർ. കസാര കിടക്കണ സ്ഥലത്ത് ചാടാൻ പാടില്ല. വാ. അയ്യോ, ഇതൊന്നും തുറക്കുന്നില്ല അളിയാ. അളി ഇതെന്ത് ഏതിലോ ചാടണം, അത് ഏതിലാണെന്നാണ് ഞാൻ ഒരു നമ്മൾ കാര്യം discover മനസ്സിലാവുന്നില്ല. ചെയ്യേണ്ടത്. നമ്മള് രണ്ട് ഇതുണ്ട് നമുക്ക് ടാസ്ക്. ആ രണ്ട് ടാസ്ക് ഇങ്ങനെ തീരുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ട്. ഹാഫ് ഫണ്ണോ ഇത്? ഹാഫ് ഫണ്ണെന്ന് കോയിനൊക്കെ ഇറങ്ങാം. പറഞ്ഞാൽ ഇവിടെയാണ് നമ്മള് ചാടിയ ടേബിളിൽ. നമ്മൾ ആ ടേബിളിലെ ചാടി, ഈ ചേർ ചാടിയിട്ടില്ല. ചേർ ചാടിയാലെന്നാ ഒരാള് ടേബിളിൽ മാറി ചാടിയാണ്. ഒറ്റയ്ക്കാണ് ധൈര്യമുള്ള ഒരാള് പൊക്കൂ. എടാ അവന്മാര് ഈ ഞാൻ ടേബിളിലാണ് ഞാൻ ചാടുന്നത്. ചാടാ. ടേബിളിലാണ് ചാടണ്ടേ അവന്മാര്. എടാ ഇതിലെ ചാടിയ ഞാൻ നേരത്തെ. അല്ലല്ല നമ്മള് ടേബിളിലാ ചാടിയ. ടിക്കറ്റ് ആക്കണമെന്നാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. മൂന്ന് സാധനമുണ്ട്. ഒരു ടേബിള്, രണ്ട് ചെയർ. മൂന്നെണ്ണത്തിലും സ്പ്ലിറ്റ് ആയി കേറാം. ഇവിടെ എന്തെങ്കിലും ഒരു ഹിറ്റ് കാണിക്കുമല്ലോ, എന്താന്ന് വെച്ചാ. സത്യം ഇങ്ങനെ പുഴിച്ചിരിക്കാനല്ലേ നമുക്ക്. മൂന്നെണ്ണം കാണിക്കുന്നില്ല. ഒരുമിച്ച് കളിക്കണമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ടൈമിംഗ് ശരിയല്ലോ. അല്ലടാ ഹിന്റ് ഇത് ടിക്കറ്റ് എടുക്കണോടാ നമ്മൾ എന്തായാലും. ചുമ്മാ ചത്തു. നമ്മൾ ടിക്കറ്റ് ഇല്ലാത്തോണ്ടാണ്. ടിക്കറ്റ് ഇത് കണ്ട ജാക്ക് പോട്ട് 999 ചെയ്തിരിക്കുന്നത്. എടാ ടിക്കറ്റ് 0 ആണ്, മനസ്സിലായാ? എടാ അതാ പറഞ്ഞത്, നമ്മള് രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതേതാ task? അത് അവിടെ പോയി കംപ്ലീറ്റ് ചെയ്യണോടാ നമ്മള്. കംപ്ലീറ്റ് ചെയ്യണം. അയ്യോ അളിയായിരിക്കും ഫാറ്റി പറഞ്ഞു. എന്താടാ ഇത് നമ്മള് നേരത്തെ കളിച്ചല്ലേ. അളിയ എന്തൊരു ഫുഡ് കേട്ടോ? ഫുഡ് ആ ഉണ്ട്. ഹലോ. ഹോട്ടൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന. എനിക്കറിയത്തില്ല. ഇത് നേരത്തെ ചാടിയതല്ലേ? ഇത് ചാകാണ്ട് നോക്കണോട്ടാ. സത്യം ഇതല്ലെന്ന് മനസ്സിലായോ? കളിക്കട്ടെ. സ്റ്റാമിന ഒരു സൗണ്ട് കേൾക്കുന്നു. റൂമിൽ പോണ പാട്ട്. ഇല്ല ഒന്നും കേൾക്കുന്നുണ്ട്. അവന്മാര് വീണ്ടും അവിടെ പോകും. എന്നിട്ട് അടുത്ത റൂമിൽ പോണം. ഇത് ചാടിയാ മറ്റേലോട്ട് പോകും. വീണ്ടും മറ്റേ പ്രാതങ്ങളുടെ ഇടയിലോട്ട് പോകും. വേറെ വഴിയില്ല. ഇതേപോലെ loop. ഒരുമിച്ച് ചാടാം. 3, 2, 1 ചാടിയോ? അടുത്ത ബാബുസേട്ടാ അവിടെ റൂമിൽ കയറി. 5 കോയിന് വേണം. ഞാൻ കണ്ട്. ഞാൻ സാധനം കണ്ടു. ആരെ കൊണ്ടു പോണ്ട റൂമിൽ. എടാ കോയിൻ എടുക്കണം. അവിടെ കയറി ഇരുന്നിട്ട് ക്യാമറ പോയി. എടാ ഇപ്പത്തി നിക്കിപ്പോ. റെഡ് ലൈറ്റ് എടാ 5 കോപ്പണാടാ. ഇന്നലെ 5 മണിക്കാണോ? ഇതാണ് ശരിക്കും നമ്മള് റൂം. എത്ര മണിക്കാ? ഹൈഡാ. ഓർമ്മയില്ല മതി, വേറെ വഴിയൊന്നുമില്ല. 5 കോയിനാ കൊടുത്തേട്ടോ പാനിക്കില്.